പ്രിയമുള്ളവരെ, ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോ അല്ല. ഏഷ്യാനെറ്റിൻ്റെ തലപ്പത്തുള്ള ആൾക്കാരടുത്തും ബിഗ് ബോസിൻ്റെ തലപ്പത്തുള്ള ആൾക്കാർക്കും വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഈ സീസൺ 7ൻ്റെ ഫിനാലെ നടക്കുന്ന ദിവസം ദയവ് ചെയ്ത് എന്നെ അവിടേക്കൊന്ന് വിളിക്കുക. ഞാൻ അവിടെ വരാം, തീർച്ചയായിട്ടും ഞാൻ അവിടെ വരാം. ഞാൻ അവിടെ വരുന്നത് സീസൺ 5 എനിക്ക് ലഭിച്ച കപ്പ് കൊണ്ടായിരിക്കും ഞാൻ വരുന്നത്. അന്നേ ദിവസം നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് കപ്പ് മേടിച്ച് തിരുവനന്തപുരത്തുള്ള ശോഭയ്ക്ക് കൊടുക്കുക. ശോഭ തിരുവനന്തപുരത്തിന് നിങ്ങൾ ദയവ് ചെയ്ത് ഈ കപ്പൊന്ന് കൊടുക്കുക. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സമാധാനവും സ്വസ്ഥതയും എനിക്കോ നാട്ടുകാർക്കോ ബിഗ് ബോസിൻ്റെ പ്രേക്ഷകർക്കോ തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയേറെ ശല്യമാണ്. സീസൺ 5 കഴിഞ്ഞ അന്ന് മുതൽ ജയിച്ചത് ഞാനല്ല, ജയിച്ചത് ശോഭയാണെന്നും പറഞ്ഞ് ശോഭ കാണുന്ന ആൾക്കാരുടെ അടുത്ത് മൊത്തം നടന്ന് പറയുന്നുണ്ട്. ഒന്നുകിൽ ഇതിൻ്റെ യാഥാർത്ഥ്യം ശോഭയ്ക്ക് മനസ്സിലായിട്ടില്ല. 3% വോട്ട് കിട്ടിയ ശോഭ 82% വോട്ട് കിട്ടിയ എൻ്റെ അടുത്ത് എനിക്ക് വോട്ട് ചെയ്ത പ്രേക്ഷകരെയും കോമാളിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടി ഏതാണ്ട് 2-2.5 വർഷം കൊണ്ട് കാണാൻ തുടങ്ങിയതാണ്. ഈ അളം മുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് പറയുന്ന കണക്ക് ഞാനിതിങ്ങനെ പോട്ട് എല്ലാ ആൾക്കാരും കാണുമ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ നടന്ന് പലതും പറയും. നമ്മളിതങ്ങ് കളയും. കാണുമ്പോഴൊക്കെ സഹകരിക്കുകയും മിണ്ടിയൊക്കെ ചെയ്യും. പക്ഷേ ഇതുപോലെ ഒരു അസൂയയും കുശുമ്പും കുന്നായ്മയും പിടിച്ച ഒരു വ്യക്തിയെ എൻ്റെ ജീവിതത്തിൽ നമ്മളാരും കണ്ടിട്ടില്ല. ഇപ്പോഴും വന്നിരുന്നിട്ട് ആവർത്തിച്ചിട്ട് പി ആർ എന്ന് പറഞ്ഞു കിടക്കുന്നു. അതാ ഞാൻ ഈ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞതാണ്, കുറഞ്ഞ പക്ഷം ഒരു 82% വോട്ട് കിട്ടി ഒരു സീസണിൽ വിജയിച്ചൊരു മത്സരാർത്ഥിക്ക് ജനങ്ങൾ നൽകിയ വോട്ടാണെന്നും ജനങ്ങൾ ആ മത്സരാർത്ഥിയെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണെന്നും മനസ്സിലാക്കാനുള്ളൊരു സാമാന്യ ബോധമില്ലാതെ കഴിഞ്ഞ ദിവസവും ഒരു സ്റ്റോറി പങ്കുവച്ചേക്കും. ആ സ്റ്റോറി നിങ്ങളൊന്ന് നോക്കും. അപ്പോൾ ഈ സ്റ്റോറി ഇത് ഇപ്പോൾ തുടങ്ങിയതല്ല, ഇതിങ്ങനെ കുറേ ദിവസങ്ങൾ കൊണ്ടേ തുടങ്ങിയതാണ്. അതുപോലെ ഈ ശോഭ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപ് ആരെയാണ് പി ആർ ഏൽപ്പിച്ചതെന്ന് ആ ഏൽപ്പിച്ചവനെ ഇനി വിളിച്ച് നിർത്തി നിങ്ങളുടെ മുന്നിൽ കൊണ്ട് നിർത്തി ഞാൻ പറയാം. ഇനി ഞാൻ അങ്ങനെ ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപ് ആരോടെങ്കിലും എനിക്ക് വേണ്ടി പി ആർ ചെയ്യണമെന്നോ അതിനുവേണ്ടി 10 പൈസ നിങ്ങൾക്ക് തരണമെന്നോ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ബിഗ് ബോസിൽ പോകുമ്പോൾ എനിക്ക് വലിയ ഹേറ്റാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ കത്തി ഹേറ്റ് നിൽക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ 5 പൈസ എടുക്കാനില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയെക്കുറിച്ച് ഒരു രീതിയിലും നല്ലത് പറഞ്ഞിട്ടുള്ള ഒരാളല്ല ഞാൻ ഈ ഷോയിലേക്ക് പോകുന്നത് എനിക്ക് സാമ്പത്തികമായിട്ട് അത്രയേറെ പ്രശ്നങ്ങളുണ്ടായിരുന്ന സമയത്ത്, ജീവിക്കാൻ വേറെ മാർഗമൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഒരു 20-25 ദിവസം നിന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന ചെറിയ തുക, ഞാൻ പരമാവധി പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചത് 21 ദിവസമാണ്. 21 ഇൻറ്റു എനിക്ക് കിട്ടുന്ന പെർ ഡേ ശമ്പളം. അപ്പോൾ എൻ്റെ കുറച്ച് കടങ്ങളൊക്കെ തീരും. ഇത് കരുതുന്ന ഞാൻ ഏതെങ്കിലും ഒരുത്തന് 10 പൈസ കൊടുത്ത് പി ആർ ചെയ്യുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? ഇനി 2, ഞാൻ ബിഗ് ബോസിൽ കയറുന്ന സമയത്ത് ഭയങ്കര ഹേറ്റാണ്. എനിക്ക് വളരെ ചെറിയ ശതമാനം വോട്ട് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, ഓരോ എപ്പിസോഡുകളും ഓരോ വീക്കുകളും കഴിയുമ്പോൾ പ്രേക്ഷകർ നമ്മളെ മനസ്സിലാക്കി നമ്മൾക്ക് അനുകൂലമായി വരികയും അങ്ങനെ അനുകൂലമായി വന്നതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ വിജയിച്ചതെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങൾ, അത് ഇത്രയും നാൾ ഞാൻ പബ്ലിക്കായിട്ട് പറയണ്ട എന്ന് കരുതിയതാണ്. 100 ദിവസത്തെ സാരിയും കൊണ്ടാണ് ശോഭ അവിടേക്ക് വന്നത്. നിങ്ങൾക്കറിയാം എന്തായിരിക്കും ഈ 100 ദിവസത്തെ സാരിയും കൊണ്ട് അവിടേക്ക് വന്നത്. ഞാൻ 2 ആഴ്ചത്തേക്കുള്ള ഡ്രസ്സ് പോലും സത്യസന്ധമായി പറഞ്ഞാൽ കൊണ്ടുപോയിരുന്നില്ല എന്നതാണ് സത്യം. അപ്പോൾ ഈ 100 ദിവസത്തെ സാരിയും കൊണ്ട് അതിനകത്തേക്ക് പോകാനുണ്ടായിരുന്ന കാരണം, അന്നത്തെ ഷോയുടെ തലപ്പത്തുണ്ടായിരുന്ന ആൾക്കാർ ഇന്നവർ ചാനലില്ല. അവർ ഈ ശോഭയ്ക്ക് നൽകിയിരുന്ന ഉറപ്പ്, ഞാൻ പറഞ്ഞു, അന്ന് ഞാൻ ബിഗ് ബോസിലേക്ക് പോകുന്ന സമയത്ത് ഞാനെന്ന് പറയുന്ന ഒരാൾ അത്യാവശ്യം സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഉണ്ട്. ഞാനൊരു ഫിലിം ഡയറക്റ്റ് ചെയ്ത ഒരാളാണ്. ഞാനൊരു ഫിലിമിൻ്റെ റൈറ്ററാണ്. ഒരുപാട് ചാനൽ ചർച്ചകളിൽ ഭാഗമായിട്ടുള്ള ഒരാളാണ്. അത്യാവശ്യം ഫേസ് വാല്യൂവും അത്യാവശ്യം ഒരു സെലിബ്രിറ്റി വാല്യൂവും ഒക്കെ എന്നെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ, ഏതോ ഒരു പഴയ ഒരു കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടിട്ടൊരു വാർത്ത വന്നതിനപ്പുറത്തേക്ക് ഈ ശോഭയുടെ പേരൊന്നും ഒരു കുഞ്ഞിനും അറിയത്തില്ല. ഇതൊന്നും നമുക്ക് ആരാന്നൂലും എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. വരുമ്പോൾ എൻ്റെ 3 ഇരട്ടി ശമ്പളമാണ് ആക്ച്വലി ശോഭയ്ക്ക് അന്ന് ഈ പറയുന്ന ബിഗ് ബോസിൽ നിന്ന് കൊടുത്തിരുന്നത്. എന്തുകൊണ്ടാണ് അന്ന് 3 ഇരട്ടി ശമ്പളം കൊടുത്തിരുന്നതെന്ന് അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ ഇതിനകത്തുള്ള തട്ടിപ്പും വെട്ടിപ്പോക്കാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനുള്ള കാരണങ്ങളൊക്കെ നിങ്ങൾ അന്വേഷിച്ചു. അതായത് ബിഗ് ബോസിലെ സെലിബ്രിറ്റി പ്രൊഫൈൽ ഉണ്ടായിരുന്ന ശ്രുതി ലക്ഷ്മി ഒരു സിനിമയിൽ ദിലീപേട്ടൻ്റെ നായികയായിരുന്നു. ഒരുപാട് സീരിയലുകളിൽ നായികയായിരുന്നു. ശ്രുതി ലക്ഷ്മിക്ക് ലഭിച്ച ശമ്പളത്തെക്കാട്ടിയും 1000-2000 രൂപ മാത്രം വ്യത്യാസം. അതിൻ്റെ അതായത് ശോഭയ്ക്ക് ലഭിച്ച ശമ്പളത്തിൻ്റെ പകുതി ശമ്പളം പോലും മനീഷ ചേച്ചിക്ക് കൊടുത്തിരുന്നില്ല. മനീഷ ചേച്ചി എന്ന് പറയുന്നത് അറിയപ്പെടുന്ന ഒരു സിംഗറായിരുന്നു, അവരറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റായിരുന്നു. അവർക്ക് പോലും ഈ ശോഭയ്ക്ക് കൊടുത്ത ശമ്പളത്തിൻ്റെ പകുതി കൊടുത്തിരുന്നില്ല. അപ്പോൾ എവിടെ നിന്നാണ് ഈ ധൈര്യം 100 ദിവസത്തെ സാരിയും കൊണ്ടുപോകാനുള്ള ധൈര്യം കിട്ടിയതെന്നും, എവിടെ നിന്നാണ് ഈ ശമ്പളം ഇത്രയും കിട്ടിയതെന്നും, എന്ത് കാരണത്താലാണ് ഈ ശമ്പളം ഇത്രയും കിട്ടിയതെന്നും പോയി അന്വേഷിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പോയി അന്വേഷിച്ചാൽ ചാനലിനുള്ളിൽ നിന്ന് തന്നെ പലരും പറഞ്ഞു തരും. ഇനി ഏത് രീതിയിലാണ് ശോഭയെ അന്നത്തെ സമയത്ത് ഷോയിൽ ഇവർ സഹായിച്ചതെന്ന് പറയാം. എപ്പിസോഡുകളിൽ പലപ്പോഴും ശോഭയ്ക്കായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നതെന്ന് അന്ന് എപ്പിസോഡ് കണ്ട പല ആൾക്കാർക്കും അറിയാവുന്നൊരു യാഥാർത്ഥ്യമാണ്. എൻ്റെ പല കാര്യങ്ങളും ലൈവിലുണ്ടായിരുന്ന നല്ല പല മൊമെൻറ്റുകളും എപ്പിസോഡിലില്ല.
ഈ ബിഗ് ബോസിൽ അന്നൊരു ടാസ്ക് ഉണ്ടായിരുന്നു. അതായത് തുടക്കത്തിൽ ലൈഫ് സ്റ്റോറി പറയുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ലൈഫ് സ്റ്റോറി പറയുന്ന ടാസ്കിൽ ഒരു രീതിയിലും ആ ലൈഫ് സ്റ്റോറി പ്രോപ്പറായിട്ട് പറയാതെ ആൾക്കാരെ വെറുപ്പിച്ച ഒരു മത്സരാർത്ഥിയായിരുന്നു ശോഭ. അതുകൊണ്ട് തന്നെ ആവർത്തിച്ച് ക്യാമറയുടെ ഫ്രണ്ടിൽ പോയി കിടന്നിട്ട് എൻ്റെ ലൈഫ് സ്റ്റോറി എനിക്ക് പറയാൻ പറ്റിയില്ല, എനിക്ക് എൻ്റെ ലൈഫ് സ്റ്റോറി പറയാൻ പറ്റിയില്ല, എനിക്ക് ഗോവയിൽ പോയ കഥ പറയാൻ പറ്റിയില്ല, എനിക്ക് കുട്ടികളെ രക്ഷിച്ച കഥ പറയാൻ പറ്റിയില്ല, എനിക്ക് അങ്ങനെ ആദിവാസികളെ സഹായിക്കാൻ പോയ കഥ, ആദിവാസികളെ സഹായിക്കാൻ പോയ കഥയൊക്കെ തന്നെയാരാമോ പറഞ്ഞു. പക്ഷേ രണ്ടായാലും ഈ കഥയൊന്നും പറയാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആവർത്തിച്ച് പരാതി പറഞ്ഞപ്പോൾ ഈ ശോഭയുടെ രക്ഷകനായിട്ട് ഈ ചാനലിൻ്റെ തലപ്പത്തുണ്ടായിരുന്ന ഒരാൾ അവിടെ നിന്ന് തീരുമാനിച്ചു ലൈഫ് ഗ്രാഫ് എന്ന് പറയുന്ന ഒരു ടാസ്ക് കൊണ്ടുവന്നു. സത്യത്തിൽ ഞങ്ങളുടെ സീസണിലെ ഏറ്റവും ബോറനും ഏറ്റവും കൂറയുമായ ഒരു ടാസ്ക്. 5.5-6 മണിക്കൂറാണ് ശോഭയ്ക്ക് വേണ്ടിയിട്ട് ഒരു ടാസ്ക് ഇവർ ഒരുക്കി കൊടുക്കുന്നത്. ആ ടാസ്കിലാണ് അനിയൻ ഇതും പോയി വീണതെന്നുള്ള മറ്റൊരു പരമമായ യാഥാർത്ഥ്യം. അപ്പോൾ ഈ ടാസ്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഓൾറെഡി നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റോറി പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു ടാസ്ക് അവിടെ വെക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് ഇങ്ങനൊരു ടാസ്ക്? പ്രേക്ഷകർക്ക് വേണ്ടിയാണോ ഇങ്ങനൊരു ടാസ്ക്? ഇങ്ങനൊരു ടാസ്ക് പറഞ്ഞതുകൊണ്ട് പ്രേക്ഷകർക്ക് എന്തെങ്കിലും ഗുണം അന്ന് ഷോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ പിന്നെ ഞാനൊക്കെ പറഞ്ഞത് എപ്പിസോഡിൽ പോലും കാണിച്ചിട്ടില്ല. എൻ്റെ ലൈഫ് സ്റ്റോറി, എൻ്റെ ഈ പറയുന്ന ആ പർട്ടിക്കുലർ ടാസ്ക് എന്ന് പറയുന്നത് എപ്പിസോഡിൽ പോലും കാണിച്ചില്ല. അത് ഏഷ്യാനെറ്റിൻ്റെ പ്ലസ് ബിഗ് ബോസ് പ്ലസ്സിലാണ് കാണിച്ചതെന്നൊക്കെ പിന്നീട് പ്രേക്ഷകർ പറഞ്ഞു. അപ്പോൾ ഒരു മത്സരാർത്ഥിക്ക് വേണ്ടിയിട്ട് ഒരു ടാസ്ക് തന്നെ ഇവർ അവിടെ പോയിരുന്ന് തീരുമാനിക്കുകയാണ്. കാരണം ഈ കഥ കേട്ടിട്ട് ഈ ഗോവയിൽ പോയി കുട്ടികളെ രക്ഷിച്ച കഥയും മറ്റേ കഥകളും മറിച്ച കഥകളൊക്കെ കേട്ട് പ്രേക്ഷകർക്ക് അനുകൂല അന്തരീക്ഷമുണ്ടായി വോട്ട് കിട്ടണമല്ലോ. കാര്യം 63ാമത്തെ ദിവസമാണ് സാഗർ എവിക്റ്റായി പോകുന്നത്. 63ാമത്തെ ദിവസം റെഡ് സോണിൽ നിൽക്കുന്ന 2 മത്സരാർത്ഥികൾ സാഗറും ശോഭയുമാണ്. ഇവർ തമ്മിലുള്ള വോട്ടിൻ്റെ വേരിയേഷൻ വളരെ കുറവാണ്. അപ്പം സാഗർ ഈ നേരിയ വേരിയേഷൻ്റെ പേരിലാണ് സാഗർ എന്ന് എവിക്റ്റായി പോയത്. അല്ലെങ്കിൽ തൊട്ട് മേളിൽ നിൽക്കുകയാണ് ശോഭ എവിക്റ്റായി പോകേണ്ടത്. അപ്പോൾ 63ാമത്തെ ദിവസം തന്നെ വോട്ട് തീരെ ഇല്ലാതെ ജനങ്ങളുടെ വെറുപ്പ് മുഴുവൻ പിടിച്ചു പറ്റിയ ഒരു മത്സരാർത്ഥി. ഈ മത്സരാർത്ഥിയെ അവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത വീക്കിൽ ഇങ്ങനൊരു ടാസ്ക് കൊടുത്ത് ഇവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുകയാണ്. അങ്ങനെ ഈ പറയുന്ന ഇതെല്ലാം കൊടുത്തിട്ടും ആ ടാസ്കും കുളവാക്കി. കാര്യം 5.5-6 മണിക്കൂറിന് കഥ പറഞ്ഞ് പ്രേക്ഷകരെയും ഹൗസിലിരുന്ന് ഞങ്ങളെയും ഭ്രാന്ത് പിടിപ്പിച്ചു. ആ ഷോ ക്യാമറയ്ക്ക് പിന്നിലുള്ള ആൾക്കാർക്ക് അതിനെക്കാട്ടി ഭ്രാന്ത് പിടിച്ചു. ഇതെല്ലാം പ്രേക്ഷകർ സഹിച്ചു. അത് കഴിഞ്ഞിട്ട് റിനോഷിനാണോ എനിക്ക് തോന്നുന്നത് ഞാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബിഗ് ബോസിൽ അന്നുണ്ടായിരുന്നൊരു മത്സരാർത്ഥി. അപ്പോൾ റിനോഷിന് യഥാർത്ഥത്തിൽ ഹെർപെക്സ് എന്ന് പറയുന്ന ഒരു അസുഖം വന്നു. ഇന്ന് ഞാൻ ആലോചിക്കുമ്പം റിനോഷ് പുറത്തായത് പോലും ഒരു അനീതിയായിരുന്നു എന്ന് ഞാനിപ്പോൾ ചിന്തിക്കുകയാണ്. കാരണം റിനോഷിനെ അസുഖത്തിൻ്റെ പേരിൽ പുറത്താക്കിയതാണോ അതോ റിനോഷിന് വന്ന അസുഖം മുതലെടുത്തുകൊണ്ട് ഈ മത്സരാർത്ഥിയെ നിലനിർത്താൻ വേണ്ടിയിട്ട് മറ്റേ ആളവിടെ നിൽപ്പുണ്ടല്ലോ, അയാൾ ഈ ശോഭയ്ക്ക് വേണ്ടിയിട്ട് ചെയ്ത പണിയാണോ എന്ന് പോലും എനിക്ക് സംശയിക്കേണ്ട. കാരണം റിനോഷിന് വന്നത് ഹെർപെക്സ് എന്ന് പറയുന്ന അസുഖമാണ്. ഹെർപെക്സ് എന്ന് പറഞ്ഞാൽ ചിക്കൻ ബോക്സ് വന്നതിന് ശേഷം രണ്ടാമത് നമുക്ക് വരുന്നതാണ്. ബേസിക്കലി ഇത് പടരുന്ന ഒരു രോഗമല്ല. കാരണം എനിക്കൊക്കെ ഇത് വന്നിട്ടുണ്ട്. എനിക്ക് പണ്ട് ചിക്കൻ ബോക്സ് വരികയും രണ്ടാമത് ഹെർപെക്സ് വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പകരുന്ന കാര്യമല്ല. മാത്രമല്ല ഇത് അത്ര അതിഭീകരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കുന്ന രോഗവുമല്ല ഹെർപെക്സ്. മെഡിക്കൽ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്ന ആൾക്കാർക്കറിയാം. അതുകൊണ്ട് തന്നെ റിനോഷിനെ ഒരാഴ്ചയോ അതിൽ കൂടുതലോ ഒന്നും ഹൗസിൽ നിന്ന് മാറ്റി നിർത്തേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തിനായിരിക്കാം അന്ന് റിനോഷിനെ അങ്ങനെ മാറ്റി നിർത്തിയത്? കാരണം റിനോഷ് എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി പോയി കഴിഞ്ഞാൽ റിനോഷുമായിട്ട് ആ സമയത്ത് സൗഹൃദത്തിലുണ്ടായിരുന്ന ശോഭയ്ക്ക് റിനോഷ് എവിക്റ്റായി കഴിഞ്ഞാൽ ഈ റിനോഷിന് അത്രയും നാളും ചെയ്തുകൊണ്ടിരുന്ന വോട്ട് ശോഭയ്ക്ക് തന്നെ കിട്ടും. കാരണം ഒരിക്കലും ഈ വോട്ട് എന്നിലേക്ക് വരില്ല. കാര്യം ഞാനും റിനോഷും തമ്മിൽ വലിയ ഫൈറ്റ് അന്ന് ബിഗ് ബോസിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പലവിധ കാരണങ്ങളാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ രണ്ടാമത് അനിയൻ മിഥുൻ്റെ പുറത്താകൽ പോലും വോട്ടടിസ്ഥാനത്തിൽ പുറത്തായതാണോ എന്ന് ഞാൻ സംശയിക്കുന്നതും ഈ ഒരു കാര്യത്തിൽ കൊണ്ടാണ്. കാരണം മിഥുൻ നെഗറ്റീവ് പറഞ്ഞു, പക്ഷേ മിഥുനെ ഇഷ്ടപ്പെടുന്ന വലിയ വിഭാഗം അതുവരെയും മിഥുൻ വോട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. മിഥുനൊരു കള്ളം പറഞ്ഞു, ആ കള്ളം തരത്തിലൂടെ കുറേ നെഗറ്റിവിറ്റി കിട്ടി. പക്ഷേ ഈ 2 മത്സരാർത്ഥികളും ഫിനാലെ 5ലേക്ക് ഇല്ല എന്ന് കണ്ട ഘട്ടം കൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞ ഈ പർട്ടിക്കുലർ ശോഭയ്ക്ക് ഫിനാലയിലേക്ക് എത്താനുള്ള ഈശ്വരാനുഗ്രഹം പോലും ഭാഗ്യം പോലും ലഭിച്ചത്. പിന്നെ ഇനി മറ്റൊരു കാര്യം കൂടി, നമ്മുടെ ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, ഈ ഫാമിലി വീക്കിലെ ടാസ്കിൽ ശോഭയുടെ ഫാമിലിയിൽ നിന്ന് ആരും വരില്ല എന്നൊരു ഡിസിഷനാണ് ഇവർക്ക് ആദ്യം ലഭിക്കുന്നത്. ശോഭയുടെ ഫാമിലി വരുന്നില്ലെങ്കിൽ ഫാമിലി വീക്കേ വേണ്ട എന്നൊരു തീരുമാനമാണ് ഇവർ എടുക്കുന്നത്. കാരണം എന്താ, എനിക്ക് ഭാര്യയും മക്കളും ഉണ്ട്. സ്വാഭാവികമായിട്ടും ഭാര്യയും മക്കളും ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നാൽ അത് എനിക്ക് അനുകൂലമായിട്ട് മാറുമെന്ന സാധ്യത മുൻകൂട്ടി കണ്ട ഇവർ ഈ ഒരു ടാസ്ക് വേണ്ട എന്നൊരു തീരുമാനമെടുത്തപ്പോൾ എൻഡമോൾ ഷൈൻ്റെ ആൾക്കാരാണ് ഇങ്ങനൊരു ടാസ്ക് ബിഗ് ബോസിൽ ഏറ്റവും മികച്ച ടാസ്കുകളിലൊന്നാണ്, ഇമോഷണലി നല്ല ഭംഗിയുള്ള ടാസ്ക്കാണെന്നൊക്കെ പറഞ്ഞ് നിർബന്ധപൂർവ്വം ചെയ്തപ്പോഴാണ് ശോഭയുടെ ഫാമിലി വരാൻ വേണ്ടിയിട്ട് ശോഭയുടെ കൂട്ടുകാരിയും കൂടി ഉള്ളിലേക്ക് കയറ്റാം എന്നൊരു ഉറപ്പിൻ്റെ പേരിലാണ് അന്ന് ഈ ഒരു ടാസ്ക് പോലും നടത്തിയത്. അപ്പോൾ ഹൗസിനുള്ളിൽ പുറത്ത് PR കൊടുത്തിട്ട് പോയ ശോഭ അന്ന് നമ്മുടെ ഹൗസിലൊരു ടാസ്ക് ഉണ്ടായിരുന്നു. ലാലേട്ടൻ ചോദിച്ചു ആർക്കാണ് പുറത്ത് PR ഉണ്ടായിരുന്നത്. വൈൽഡ് കാർഡായിട്ട് വന്ന ആൾക്കാർ ഉൾപ്പെടെ ശോഭയുടെ ഹൗസിലെ പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങളായിട്ടുള്ള ആൾക്കാർ ഉൾപ്പെടെ അന്ന് ശോഭയുടെ പേരാണ് പറഞ്ഞത്.
അങ്ങനെ ഇതെല്ലാം ചെയ്ത് ചാനലിൻ്റെ ആൾക്കാരുടെ തലപ്പത്തുള്ള ആൾക്കാരുടെ പിന്തുണയും മേടിച്ച് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന അന്നത്തെ ഏഷ്യാനെറ്റ് ഞാൻ ഈ പറഞ്ഞ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന പർട്ടിക്കുലർ പ്ലാറ്റ്ഫോമിനല്ല ഈ പറയുന്നത്, അന്ന് ആ തലപ്പത്തുണ്ടായിരുന്ന ആൾക്കാർ എല്ലാ രീതിയിലും ജയിപ്പിക്കാൻ വേണ്ടി കയറ്റിവിട്ട് ഒരു രീതിയിൽ പോലും ഞാനെന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി ജയിക്കുന്നതിനോട് യാതൊരു താല്പര്യവുമില്ലാതിരുന്ന അന്നത്തെ കക്ഷികൾ എല്ലാ രീതിയിലുള്ള പിന്തുണ കൊടുത്തിട്ടും 4ാം സ്ഥാനത്തായി പോയി പുറത്തിറങ്ങിയതിന് ശേഷം ഒരു തവണ പോലും ഞാൻ ഇപ്പോൾ എനിക്ക് കുറേ നമ്മൾ അനുകൂലിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടായിരുന്നു, എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞു ഒരക്ഷരം പോലും നിങ്ങൾ മോശമായിട്ട് ആരെക്കുറിച്ച് സംസാരിക്കരുത്, ഇതിലൊന്നും ഞാൻ ഭാഗമല്ല. എല്ലാ ഗ്രൂപ്പിലേക്കും ഒരു വോയിസ് അയച്ചു. ഇന്ന് മുതൽ ഈ പരിപാടികൾ അവസാനിപ്പിച്ച് നിങ്ങളുടെ ജീവിതം നോക്കി പൊയ്ക്കോളാനാണ് ഞാൻ പറഞ്ഞത്. അന്ന് മുതൽ ഈ നിമിഷം വരെ ഒരു PR പോയിട്ട് എത്ര പ്രോഗ്രാമുകൾ ഞാൻ ചെയ്തു. എൻ്റെ ആദ്യ ഇനാഗുറേഷൻ മുതൽ കഴിഞ്ഞ ദിവസം നടന്ന സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പരിപാടി, ഇനി 2-ാം തീയതി കൊട്ടിയത്ത് നടക്കാൻ പോകുന്ന ഇനാഗുറേഷൻ, ഞാൻ ഇപ്പോഴും ഈ സംസാരിക്കുന്ന ഒരു അഡ്വർടൈസ്മെൻറ്റ് ഷൂട്ടും ഞാനൊരു പുതിയ കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർഷിപ്പിൻ്റെ ഷൂട്ടും കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇപ്പോഴും ഈ സംസാരിക്കുന്നത്. അപ്പോൾ ഈ നാളിതുവരെ ഒരു ഓൺലൈൻ ചാനലുകാരനെ പോലും വിളിച്ചിട്ട് എൻ്റെ ഒരു ഉദ്ഘാടനമുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇന്നൊരു സ്ഥലത്ത് പോവുകയാണ്, ഞാൻ ദുബായ് പോകുന്നു, എയർപോർട്ടിലേക്ക് നിങ്ങൾ വരണം, അല്ലെങ്കിൽ അവിടുന്ന് നിങ്ങൾ തിരിച്ചു വരണം. ഞാൻ ഈ കണ്ണൂരും ട്രിവാൻഡ്രത്തെല്ലാം കൂടുതലും ട്രാവൽ ചെയ്യുന്നത് പ്രോഗ്രാമുകൾക്ക് സമയത്ത് ഞാൻ ഫ്ലൈറ്റിലാണ് ട്രാവൽ ചെയ്യുന്നത്. അതുപോലെ പുറത്തുമൊക്കെ ട്രാവൽ ചെയ്യുന്നത്, എത്ര പ്രാവശ്യം വിദേശത്തേക്ക് തന്നെ ട്രാവൽ ചെയ്തേക്കുന്നു. ഒരു തവണ എയർപോർട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന ഒരു കണ്ടൻറ്റ് നിങ്ങൾ കണ്ടു കാണത്തില്ല. നിങ്ങൾ മറ്റാരുടെയെങ്കിലെയൊക്കെ കണ്ടൻറ്റ് കാണുന്നുണ്ടെങ്കിൽ ഇവർ അവിടെ ഈ ഓൺലൈൻ മാധ്യമങ്ങളെ വിളിച്ചു വരുത്തുന്നതാണ്. ഇവരെല്ലാം വിളിച്ചു വരുന്നതാണ്. അങ്ങോട്ട് തുപ്പുന്നിടത്തും തൂറുന്നിടത്തും പെടുക്കുന്നിടത്തും ഒക്കെ തന്നെ ഈ ഓൺലൈൻ മാധ്യമങ്ങളെ കൊണ്ട് നടക്കുന്ന ഈ ശോഭ ഉൾപ്പെടുന്ന ആൾക്കാർ എനിക്കെതിരെ പറയുമ്പോൾ, എനിക്ക് അനുകൂലമായിട്ട് ആരെങ്കിലും എവിടെങ്കിലും ഇരുന്ന് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതെൻ്റെ ഈശ്വരാനുഗ്രഹം കൊണ്ടാണ്. ഇപ്പോൾ ഇതേ കഴിഞ്ഞ ദിവസം നിഷാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു പാലസ്തീൻ വിഷയത്തിൽ എനിക്കെതിരെ എന്തെല്ലാം ആക്ഷേപങ്ങൾ പറഞ്ഞു, എൻ്റെ കുടുംബത്തെ ആക്രമിക്കത്തക്ക രീതിയിലുള്ള സാഹചര്യങ്ങൾ വരുത്തി തീർത്തു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഈശ്വരൻ എൻ്റെ കൂടെയാണ്, യാഥാർത്ഥ്യവും സത്യവും പുറത്തറിഞ്ഞു. കേരളം ഒരു ബിഗ് ബോസ് ഹൗസ് ആയിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ കാലത്തും സത്യം ജയിക്കുമെങ്കിൽ ഒരു കാലത്തും ഞാൻ പരാജയപ്പെടത്തില്ല. കാര്യം സത്യത്തും വിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ആരെയും പറ്റിക്കാൻ ശ്രമിച്ചിട്ടില്ല, ഞാൻ ആരെയും ചതിക്കാൻ ശ്രമിച്ചിട്ടില്ല. നാളിതുവരെ ഒരു മനുഷ്യനും ദ്രോഹമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈശ്വരൻ എന്നെ മുന്നോട്ട് തന്നെ നയിക്കുന്നത്. ആരൊക്കെ എന്നെ എവിടെ നിന്നൊക്കെ ഉപദ്രവിക്കാൻ ശ്രമിച്ചോ, ഹൗസിനുള്ളിലായാലും പുറത്തായാലും, ഇവരെല്ലാം നശിച്ച ചരിത്രമുണ്ടായിട്ടുള്ളത് സത്യത്തിൻ്റെ ശക്തി കൊണ്ടാണെന്നും എനിക്കൊരു ഈശ്വരാനുഗ്രഹം ഉണ്ടായതുകൊണ്ടാണെന്നും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ശോഭയോട് ഇനിയും ഞാൻ പറയുന്നു, എൻ്റെ സക്സസ് കണ്ടിട്ടോ എൻ്റെ നേട്ടം കണ്ടിട്ടോ അസൂയപ്പെട്ടിട്ടും ഭ്രാന്തെടുത്ത് പല ആൾക്കാർക്ക് കുറ്റപ്പെടുത്തിയും ആക്ഷേപിച്ചും പരിഹസിച്ചും ഇങ്ങനെ നടക്കാതെ അവനവൻ്റെ കാര്യം നോക്കി ജീവിതത്തിൽ എന്തെങ്കിലും നേടിയെടുക്കാൻ നോക്ക്. ഒരു നല്ലൊരു അച്ഛനും അമ്മയും ഉണ്ട്, അവരെ തിരിഞ്ഞു നോക്ക്, അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുക. സ്വന്തം മുന്നോട്ട് പോകുന്ന രീതി കാര്യങ്ങൾ അവനവന് വേണ്ട കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. മറ്റൊരാളുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കാതിരിക്കുക, മറ്റൊരാളെ ആക്ഷേപിച്ച് ജീവിതം തീർക്കാതിരിക്കുക. ഇതിൽ കൂടുതലൊന്നും എനിക്ക് ശോഭയോട് പറയാനില്ല. ഇങ്ങനെ ആവർത്തിച്ച് ബിഗ് ബോസ് സീസൺ 5 കപ്പ് എനിക്ക് കിട്ടിയത് അനർഹമാണെന്ന് പറഞ്ഞാൽ എന്നെ അനുകൂലിച്ച് വോട്ട് ചെയ്ത പാവപ്പെട്ട പ്രേക്ഷകരോട്, എന്നെ അനുകൂലിച്ച സാധാരണ മനുഷ്യരോട്, എനിക്ക് വേണ്ടി വാദിച്ച സാധാരണ ജനങ്ങളോട് കാണിക്കുന്ന അനീതിയാണ്, ആ ഷോയോട് കാണിക്കുന്ന നീതികേടാണ്. ബിഗ് ബോസിൻ്റെ അണിയർ പ്രവർത്തകർ ആത്മാർത്ഥമായി പണിയെടുക്കുന്ന കുറേ മനുഷ്യരോട് കാണിക്കുന്ന അനീതിയാണെന്നെങ്കിലും കുറഞ്ഞ പക്ഷം മനസ്സിലാക്കുക. സീസൺ 6 ജിൻഡോ ജയിച്ചെങ്കിൽ അത് ജിൻഡോയുടെ മിടുക്കാണ്. സീസൺ 7 ഇനി അനുമോളാണ് ജയിക്കാൻ പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഷാനവാസാണ് ജയിക്കാൻ പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ അനീഷാണ് ജയിക്കാൻ പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ അക്ബറാണ് ജയിക്കാൻ പോകുന്നതെങ്കിൽ, നൂറയാണ് ജയിക്കാൻ പോകുന്നതെങ്കിൽ, ഇതൊക്കെ ആ വ്യക്തിത്വങ്ങളുടെ, ആ മത്സരാർത്ഥികളുടെ മിടുക്ക് കൊണ്ടും പ്രേക്ഷകർ അവർക്ക് അനുകൂലമായി നിന്നതുകൊണ്ടുമാണെന്ന് അംഗീകരിച്ച് അവരെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കാനുള്ളൊരു മനസ്സുണ്ടാവട്ടെ. ഏതെങ്കിലും മേഖലയിൽ നീ ഒന്ന് രക്ഷപ്പെടണേ എന്ന് നിൻ്റെ മറ്റുള്ള എല്ലാ സുഹൃത്തുക്കളെക്കാളും മറ്റുള്ള എല്ലാ സ്നേഹിതരെക്കാളും ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ രീതിയിൽ ഒന്നുമല്ലാതെ നടക്കുന്നതിൻ്റെ ഫ്രസ്ട്രേഷനിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ദയവ് ചെയ്ത് മറ്റൊരാൾക്ക് വേണ്ടി സംസാരിച്ച് സമയം കളയരുത്. ഈ വീഡിയോ പോലും എനിക്ക് ചെയ്യേണ്ടി വരുന്നത് എന്നെ ഇഷ്ടപ്പെടുന്ന നിരവധി ആൾക്കാർ ഇത് ഷെയർ ചെയ്ത് തന്നിട്ട് ഇവർക്കെതിരെ ഇനിയെങ്കിലും ഒന്ന് പറഞ്ഞുകളാ എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ്. അതുകൊണ്ട് ഞാൻ മത്സരിച്ചത് പ്രേക്ഷകർക്ക് വേണ്ടി മാത്രമല്ല, ഏഷ്യാനെറ്റ് ആ സമയത്ത് എനിക്കെതിരെ എടുത്ത, അല്ലെങ്കിൽ ഏഷ്യാനെറ്റിൻ്റെ തലപ്പത്തുള്ള ആൾക്കാർ എനിക്കെതിരെ കാണിച്ച അനീതിക്കെതിരെ കൂടി പോരാടി ജയിച്ചൊരു ജയമാണ് എൻ്റെത്. ഞാൻ ജയിച്ച ഫിനാലയുടെ സെലിബ്രേഷന് എന്തുകൊണ്ടാണ് അന്ന് ഏഷ്യാനെറ്റിൻ്റെ തലപ്പത്തുള്ള ഒരാൾ പോലും പങ്കെടുക്കാതിരുന്നത് എന്ന് ഒന്ന് പോയി അന്വേഷിക്കുക. അപ്പോൾ അവർ ഒരു രീതിയിലും എൻ്റെ വിജയം എൻജോയ് ചെയ്തിരുന്നില്ല എന്ന് നീ മനസ്സിലാക്കുക. അപ്പോൾ ഇനി ഇതിൽ കൂടുതലൊന്നും നിന്നോട് എനിക്ക് പറയാനില്ല. അതുകൊണ്ട് നീ ഇനി എന്തെങ്കിലുമൊക്കെ കാണിച്ച് നിൻ്റെ സമയം കളയാൻ നീ രക്ഷപ്പെടട്ടെ എന്ന് എനിക്ക് പറയാൻ പറ്റും. താങ്ക് യു.